വേനൽ കനക്കുന്നതിന് മുൻപ് പുഴ നവീകരണം പൂർത്തിയാക്കണമെന്ന് കോൺഗ്രസ്. വടക്കാഞ്ചേരി പുഴയുടെ നവീകരണ പ്രവർത്തനങ്ങൾ വേനൽ രൂക്ഷമാകുന്നതിന് മുൻപ് പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. ഇക്കഴിഞ്ഞ ജനുവരിയിൽ പുഴ നവീകരണത്തിനായി 10 കോടി രൂപ അനുവദിച്ചിരുന്നെങ്കിലും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെത്തി നിർമ്മാണോദ്ഘാടനം നടത്തിയിരുന്നെങ്കിലും വേനൽ കനത്തതോടെ കുടിവെള്ള വിതരണത്തിന് പ്രാധാന്യം നൽകിയതിനാൽ പദ്ധതി നിർത്തിവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായതിനാൽ നവീകരണ പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. 2018 പ്രളയത്തിൽ പുഴ മണ്ണും ചെളിയും നിറഞ്ഞ് നികന്നതായി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പുഴ നവീകരിച്ചില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് വീണ്ടും വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും DCC ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ, വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എന്നിവർ മുന്നറിയിപ്പ് നൽകി. വാഴാനി ഒന്നാംചിറ മുതൽ കാഞ്ഞിരക്കോട് വരെയുള്ള പുഴയുടെ നവീകരണത്തിനാണ് 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. 2024 പ്രളയത്തിൽ കുത്തിയൊലിച്ചെത്തിയ മണ്ണും മണലും ചേർന്ന് പുഴയിൽ അങ്ങിങ്ങായി തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും വൻതോതിൽ പാർശ്വഭിത്തികളും തകർന്നിട്ടുണ്ട്. ഇവയെല്ലാം നീക്കി പുഴയുടെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വടക്കാഞ്ചേരി പുഴ വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം തെളിനീരും കുടിവെള്ളവും കൃഷിക്കുമൊക്കെ ഉപയുക്തമാക്കുന്ന വടക്കാഞ്ചേരിയുടെ സമ്പദ് സമൃദ്ധി വർദ്ധിപ്പിക്കുന്ന ഒരു പുഴയായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി മഴക്കാലം കനക്കുമ്പോൾ വടക്കാഞ്ചേരി പുഴ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. പുഴ കവിഞ്ഞൊഴുകി വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കിടന്ന് ലക്ഷക്കണക്കിനുള്ള നഷ്ടമാണ് ഈ വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 മാസക്കാലത്തോളം മഴ കനത്താൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മഴക്കാലമായാൽ ആളുകളൊക്കെ ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയാണ്. ഇപ്പോൾ പുതിയ ആരും തന്നെ ഈ പുഴയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വീട് വയ്ക്കുന്നില്ല. അപ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നമായി ഈ വടക്കാഞ്ചേരി പുഴ മഴക്കാലത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, വർഷങ്ങളായി കയ്യേറ്റങ്ങൾ നടത്തി പുഴയുടെ ഒരു ഭൂരിഭാഗം പ്രദേശവും ആളുകളുടെ കൈവശത്തിലേക്ക് പോയി. ആ കൈവശത്തിലിരിക്കുന്ന ഭൂമി അളന്ന് തിരിച്ചു എന്ന് നഗരസഭ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഭൂമി തിരിച്ച് പുഴയാക്കി മാറ്റാൻ വേണ്ട യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സ്വാഭാവികമായി നിലവിലുള്ള പുഴയുടെ സൈഡ് കെട്ടി മിനുക്കുക എന്നല്ലാതെ വെള്ളം, നമുക്കറിയാം പാടശേഖരങ്ങളൊക്കെ തന്നെ പറമ്പുകളായി മാറി. അവിടെ ഉണ്ടായിരുന്ന നീർച്ചാലുകളും ഇതൊക്കെ തന്നെ അടഞ്ഞു. അവിടെ വെള്ളം കെട്ടി നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. സ്വാഭാവികമായി പുഴയിൽ അളവിൽ കൂടുതൽ വെള്ളം വന്നു തുടങ്ങി. ഇതൊക്കെ നമുക്കറിയാം, പെയ്യുന്ന മഴയുടെ അളവിൻ്റെ കൂടുതൽ, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇനി പുഴയെ സംബന്ധിച്ച് ഇപ്പോൾ 10 കോടി രൂപ പുഴയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള മിനുക്കുപണി മാത്രമാണ്. ഇത് ഒരു കാരണവശാലും ഈ പ്രളയത്തെ തടയാൻ പര്യാപ്തമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അളന്നെടുത്ത സ്ഥലങ്ങൾ, അതിലിപ്പോൾ പുഴയുടെ വെള്ളം ഏറ്റവും അധികം 2018 പ്രളയത്തിലാണ് വെള്ളം ഉയർന്നത്. ആ ഉയർന്നതിൻ്റെ അളവ് നോക്കി അത്രയും വെള്ളം കൂടി പുഴയിലൂടെ സുഗമമായി ഒഴുകാൻ കഴിയുന്ന രീതിയിൽ പുഴ ആഴം കൂട്ടുകയോ വീതി കൂട്ടുകയോ ചെയ്തുകൊണ്ട് അതിൻ്റെ സൈഡ് പ്രൊട്ടക്ഷനും പുതിയ ചിറകൾ നല്ല രീതിയിൽ, ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ചിറകളാണ്, അതൊക്കെ പൊളിച്ച് പുതിയ നല്ല ചിറകളും അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ടാക്കി പുഴ മൂലം ആളുകൾക്ക് ഉണ്ടാകുന്ന ദുരിതം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഒരു താൽക്കാലിക സൈഡ് കെട്ടി അല്ലെങ്കിൽ തടയണയുടെ ഷട്ടർ മാറ്റി എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനം ലഭിക്കാൻ പോകുന്നില്ല. കോടിക്കണക്കിന് വെറുതെ ലാപ്സാവും. അതുകൊണ്ട് പുഴയുടെ സംരക്ഷണം, നാളുകളിൽ ഇത്തരം പ്രളയം എത്രയുണ്ടായാലും ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ വേനൽക്കാലത്ത് പരമാവധി വെള്ളം സംഭരിച്ച് നിൽക്കാവുന്ന രീതിയിലേക്ക് പുഴയെ ജനോപകാരപ്രദമാക്കി മാറ്റുന്ന വലിയൊരു പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളിപ്പോൾ അതുമായി ബന്ധപ്പെട്ട സെമിനാറിലേക്ക് നീങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ ശക്തമായ നിർദ്ദേശങ്ങൾ സർക്കാരിലും മറ്റും സമർപ്പിക്കും. അതിന് അനുകൂലമായൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.